നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് താരസംഘടന അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. താരസംഘടന അമ്മയുടെ ഇലക്ഷനിൽ നടൻ ബാബുരാജ് മത്സരത്തിൽ നിന്നും പിന്മാറുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. നടൻ ബാബുരാജ് മത്സരത്തിൽ നിന്നും പിന്മാറുന്നു. വലിയ വിവാദങ്ങളും ആരോപണവും ഉന്നയിച്ച സാഹചര്യത്തിൽ മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബാബുരാജിൻ്റെ എതിരെയുള്ള കേസുകളുടെ കാര്യമൊക്കെ ഇവർ ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് വന്നെങ്കിലും അതിലൊന്നും അദ്ദേഹം മുഖവിലക്കെടുത്തില്ല. പക്ഷേ എങ്കിൽ അവസാനം ഇവർ സരിത എസ് നായരിനെ എത്തിച്ചുകൊണ്ട് അതാണ് സരിത എസ് നായരിനെ രംഗത്തെത്തിച്ചിരിക്കുന്നു. അതിൽ പറയുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അമ്മയിലുള്ളവർ തന്നെ പറയുന്നു. സരിത എസ് നായരിൻ്റെ ചികിത്സയ്ക്ക് മോഹൻലാൽ പൈസ നൽകി അത് ബാബുരാജ് അത് മറിച്ചു എന്നാണ് പറയുന്നത്. അത് അവിടെയാണ് ഈ ബാബുരാജ് രാജിവെക്കുന്നത്. കാരണം മോഹൻലാൽ ഇതൊന്നും വേണ്ട എന്നും പറഞ്ഞ് തനിക്ക് ഈ ആരോപണങ്ങളൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇതിൽ മാറുന്നു. ഇനി ഞാൻ ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് പോയ ലാലേട്ടനെ വീണ്ടും ഇതിലേക്ക് വലിച്ചിഴറ്റുന്ന ഒരു രീതിയാണ് ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് തികച്ചും തെറ്റാണ് എന്ന കാര്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് സമൂഹം മൊത്തത്തിൽ. അത് നമുക്കറിയാം, സരിത എസ് നായർ ഇതിനു മുമ്പും വലിയ ആരോപണം ഉന്നയിച്ച് മന്ത്രിമാരുടെ തലത്തിലുള്ള ആരോപണം ഉന്നയിച്ച ഒരു വ്യക്തിയാണ്. ഇതെങ്ങനെയാണ് മോഹൻലാൽ, ആരും വിശ്വസിക്കാം, മോഹൻലാൽ ചികിത്സയ്ക്ക് പൈസ നൽകിയെന്ന് പറഞ്ഞ് ബാബുരാജിൻ്റെ കയ്യിൽ നൽകി 2018 ബാബുരാജിൻ്റെ കയ്യിൽ നൽകി. ബാബുരാജ് അത് കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ചിട്ടിക്ക്, സർക്കാരിൻ്റെ ചിട്ടിയിൽ കൊണ്ട് അടച്ചു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഒന്നിനുമില്ല, ലാലേട്ടൻ ഇതിൽ നിന്നും മാറി, അത്രമാത്രം ആരോപണങ്ങൾ കേട്ടു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവുമായി അടുത്തിരിക്കുന്ന ആളുകളുമായിട്ട് ബാബുരാജ് സംസാരിച്ചു. ഇനി എനിക്ക് ഇതിനകത്ത് തുടരേണ്ട സാഹചര്യമില്ല, കാരണം ഇത്രമാത്രം കാര്യങ്ങൾ, ഗുണകരമായ കാര്യങ്ങൾ ചെയ്ത് സംഘടനയ്ക്ക് കൈപിടിച്ചു ഉയർത്തിയ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രവണതയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഞാൻ തുടരുന്നില്ല എന്ന നിലയിലേക്ക് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ബാബുരാജ് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. അത് ബാബുരാജ് എടുത്ത തീരുമാനത്തിന് കൃത്യമായി തന്നെ ആളുകൾ യോജിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ബാബുരാജ് പിൻവലിക്കരുത് എന്നാണ് 100 പേരുണ്ടെങ്കിൽ അതിൽ 90 പേരും പറയുന്നത്. എങ്കിലും ബാബുരാജ് മോഹൻലാലിൻ്റെ പേര് വലിച്ചഴിച്ച് അങ്ങനെ മോഹൻലാലുമായി അടുത്തിരിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി ആശയവിനിമയം നടത്തി. അവർ മമ്മൂക്കായുമായിട്ട് അടുത്തിരിക്കുന്ന ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തി. അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ, അദ്ദേഹവുമായി അടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ഇന്നലെ രാത്രി മുഴുവൻ സംഭാഷണം നടത്തി. അതുകൊണ്ട് ഇദ്ദേഹം ബാബുരാജ് പറയുന്ന ഇത്തരം ഒരു സാഹചര്യം നമുക്ക് വേണ്ട, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തവർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്, അവർക്കറിയാം. പിന്നീട് പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങളൊന്നും അദ്ദേഹം ഒരു മടിയുമില്ലാതെ പ്രതികരിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു ആരോപണം വന്നപ്പോൾ അത് മോഹൻലാലിനെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് താൻ പിന്മാറുന്നതെന്ന് ഒരു രീതിയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും പിന്മാറുന്നു. ഇനി ആ സ്ഥാനത്തേക്കുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 2 പേർ മാത്രമാണ് മത്സരരംഗത്തുണ്ടാവുന്ന, കുക്കു പരമേശ്വരും അതോടൊപ്പം തന്നെ രവീന്ദ്രനുമായിരിക്കും നേരിട്ടുള്ള മത്സരത്തിലേക്ക് വരിക. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതയുമാണ് മത്സരരംഗത്തേക്ക് വരുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും നവ്യ നായരും ഉണ്ട്. അതോടൊപ്പം തന്നെ നവ്യ നായരും ഈ കാര്യങ്ങൾ പിന്മാറുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിഞ്ഞ് കാണണം. അങ്ങനെയാണെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും ആ മത്സരരംഗത്തുണ്ടാവുക. എന്തായാലും ഒരു കാര്യം, അൻസിബ ഹസനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അനൂപ് ചന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെതിരെ നിയമപോരാട്ടം ഉൾപ്പെടെ നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അൻസിബ നിയമപോരാട്ടം നടത്താൻ ഒരുങ്ങുന്നു. അങ്ങനെയെങ്കിൽ അൻസിബ കഴിഞ്ഞ ദിവസം ഓട്ടപ്രതി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആണ് എന്ന് അൻസിബ പറയുന്നു. അതോടൊപ്പം ഇന്നും അൻസിബ ഒരു പോസ്റ്റ് ഇട്ട് എല്ലാ അംഗങ്ങൾക്കും അൻസിബ അയച്ചു കൊടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ആ പോസ്റ്റിൽ അൻസിബ ഹസൻ പറയുന്നത് ഇപ്രകാരമാണ്: കള്ളപ്രചരണങ്ങളെ അവഗണിച്ച് ഞാൻ മത്സരത്തിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങളുടെ ഓരോ വോട്ടും എനിക്ക് വിലപ്പെട്ടതാണ്. അൻസിബ ഹസൻ കൃത്യമായിട്ട് അൻസിബ നിലപാട് ഉറപ്പിച്ചിരിക്കുന്നു. എന്തായാലും അൻസിബയ്ക്കെതിരെ വരുന്നവർ ആരാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. അൻസിബയെക്കുറിച്ച് അവിടെ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും അൻസിബ മത്സരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാബുരാജ് ഈ മത്സരത്തിൽ നിന്നും പിന്മാറിയാണ്. ബാബുരാജ് കൃത്യമായി തന്നെ അതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് ആണ് അദ്ദേഹം പിന്മാറുന്നത്. നിലവിൽ ഈ സംഘടനയ്ക്ക് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്ന് കാത്തിരുന്ന് കാണണം. സംഘടന എന്ന് പറയുന്നത് പാവങ്ങളായ കുറേ ആളുകളുണ്ട്. അവർക്ക് ഒരു രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഈ സംഘടനയെ നയിക്കാൻ കഴിയണം. ആ നയിക്കാൻ കഴിയുന്നവരായിരിക്കണം ഇവർ. ശ്വേതാ മേനോനും ദേവനുമായിട്ടാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയ വിവരം, നാസർ ലത്തീഫ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്. നാസർ ലത്തീഫ് എല്ലാ പത്രയും പിൻവലിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് നാസർ ലത്തീഫ് മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടുന്ന വിവരം, സുരേഷ് കൃഷ്ണ മത്സരത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറി. സുരേഷ് കൃഷ്ണ എല്ലാ ഇതിലേക്കും പത്രിക നൽകിയിരുന്നു, എല്ലാ പത്രികയും പിൻവലിച്ചു. അങ്ങനെയാണെങ്കിൽ സുരേഷ് കൃഷ്ണയും മത്സരത്തിൽ നിന്നും പിന്മാറുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും
3 മണിയോട് കൂടിയാണ് ചിത്രം തെളിയുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കിട്ടിയ കൃത്യമായ വാർത്ത. എന്തായാലും ബാബുരാജ് പിന്മാറുന്നുവെന്ന് ഉറപ്പിച്ച് തന്നെ എനിക്ക് പറയാൻ കഴിയും. സുരേഷ് കൃഷ്ണ പിന്മാറുന്നുവെന്ന് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് പറയാൻ കഴിയും. എന്തായാലും വരും മണിക്കൂറുകളിലാണ് ചിത്രം തെളിയുള്ളൂ. ഇത്തരം ഗുരുതരമായ ആരോപണം വെച്ച് ഇന്നേ വരെ ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ അമ്മ സംഘടനയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ GSTയുടെ പ്രശ്നങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ GST കുടിശ്ശികയുള്ള കാര്യം സത്യസന്ധമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തിരുന്നു. കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ ആ മെമ്മറി കാർഡ് ഒളിപ്പിച്ചിരിക്കുന്നു. അത് കൃത്യമായി തെളിയിക്കുന്നതിൽ ഇന്നലെ ഉഷ ഒരു വാർത്താ സമ്മേളനം നടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തെളിഞ്ഞിരിക്കുന്നു. ഇതിനെല്ലാം ഇത്രയും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരെ വെളിച്ചത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടിയുമായിട്ട് ഇവരെല്ലാം നിയമപരമായി പോരാടുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും കാത്തിരുന്ന് കാണാം. ബാബുരാജിൻ്റെ ഒരു പിന്മാറ്റം മലയാള സിനിമയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ബാബുരാജ് വരും ദിവസങ്ങളിൽ എന്തായാലും ഇലക്ഷൻ്റെ ചുമതല ബാബുരാജാണ്, ഇലക്ഷൻ നടത്തേണ്ട ചുമതല ബാബുരാജാണ്. ബാബുരാജിൻ്റെ തീരുമാനങ്ങൾ പോലെയാണ് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ടത്. അദ്ദേഹം അത് നടത്തി കൊടുക്കുന്നവരെ ആ സംഘടനയിൽ ഉണ്ടാകും, സംഘടനയിൽ എന്നും ഉണ്ടാകും. അതിൽ അദ്ദേഹം അമ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സംഘടനയാണ്, മാതൃസംഘടന കൂടെ അദ്ദേഹം ഉണ്ടാകും. എന്തായാലും സ്ഥാനത്തിൽ നിന്നും മാറുന്നു. ഇനി ഈ ഇലക്ഷൻ മത്സരിക്കാനില്ല എന്ന് ഉറച്ച നിലപാടെടുത്തിരിക്കുന്നതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയാണ്. സിനിമാ പ്രേമികൾക്കുള്ളിലും സിനിമയ്ക്കുള്ളിലുള്ളവർക്കും ഞാൻ ഈ വാർത്ത അറിയിക്കുന്നത്. എന്തായാലും നമുക്ക് 3 മണിയോടുകൂടി ചിത്രം പൂർണ്ണമായി തെളിയും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.